ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർ സെക്ഷൻ ആണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് വീതം കറണ്ട് അഫെയർ സെക്ഷൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സെറ്റ് 28 ആണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ സെറ്റുകൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, കാണുക കേട്ടോ. കൂടാതെ ഇന്നത്തെ കറണ്ട് അഫെയർ സെക്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കലാ കായിക രംഗത്ത് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2019 ഭാരതരത്നം നേടിയവർ ആരൊക്കെയാണ്? പ്രണബ് മുഖർജി, ഭൂപൻ ഹസാരിക, നാനാജി ദേശ്മുഖ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി. ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി. ഭൂപൻ ഹസാരിക പ്രശസ്തനായൊരു സംഗീത പ്രതിഭയായിരുന്നു. നാനാജി ദേശ്മുഖ് പ്രശസ്തനായ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഭൂപൻ ഹസാരികയ്ക്കും നാനാജി ദേശ്മുഖിനും മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന 2019 ലഭിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയവർ. 2020 5 പേർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആദ്യമായാണ് 5 പേർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്നത്. ഇതിനു മുമ്പ് 2016 4 പേർക്ക് ലഭിച്ചിരുന്നു. അപ്പം നമുക്ക് 2020 പഠിച്ചാൽ മതി. 2020 5 പേർക്ക് ലഭിച്ചു. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് രോഹിത് ശർമ്മ, ക്രിക്കറ്റ് താരമാണ്. മണിക ബത്ര ടേബിൾ ടെന്നീസ് താരമാണ്. മാരിയപ്പൻ തങ്കവേലു പാരാലിമ്പിക്സ് ആണ്, അതായത് റിയോ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹൈ ജംപ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. 3 പേരുടെ പഠിച്ചു. അടുത്തത് വിനേഷ് ഫോഗട്ട്, കുസ്തിയാണ്. വനിതാ കുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. റാണി റാംപാൽ ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. കൂടാതെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ് റാണി റാംപാൽ. ഇങ്ങനെ 5 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. നമ്മളൊരു PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഖേൽരത്ന പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫെയർ സെക്ഷനിൽ നിന്ന്. ഞാൻ പല ക്വസ്റ്റ്യൻസും നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഖേൽരത്ന പുരസ്കാരം വിട്ടുകളയരുത്. ഈ 5 പേരുടെ പേരും പഠിച്ചിരിക്കണം. അവർ ഏത് കായികവുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി പഠിച്ചിരിക്കണം കേട്ടോ. കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന പരമോന്നത കായിക ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം. 1991-92 പുരസ്കാരം ആദ്യമായി ഏർപ്പെടുത്തിയത്. ചെസ് കളിക്കാരനായ വിശ്വനാഥൻ ആനന്ദ് ആണ് ആദ്യത്തെ ഖേൽരത്ന വിജയി. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിജയി അല്ലെങ്കിൽ ഖേൽരത്ന പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് KM ബീനാമോളാണ്. അതിനുശേഷം അഞ്ജു ബോബി ജോർജിനും രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ 2 പേർക്കാണ് കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് 2020 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ്. പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം: 2020 മാൻ ബുക്കർ ഇന്റർനാഷണൽ ജേതാവ് മാരിക്കെ ലൂക്കാസ് റിജൻവൈൽഡ്. മാരിക്കെ ലൂക്കാസ് റിജൻവൈൽഡ് ആണ് 2020 മാൻ ബുക്കർ ഇന്റർനാഷണൽ ജേതാവ്. കൃതി ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ്, വൈകുന്നേരങ്ങളിലെ അസ്വസ്ഥതകൾ എന്ന കൃതിക്കാണ് മാരിക്കെ ലൂക്കാസ് റിജൻവൈൽഡിന് 2020 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത്. ഡച്ച് ഭാഷയിലാണ് ആ ഒരു കൃതി എഴുതിയത്. എന്നാൽ അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മൈക്കൽ ഹച്ചിൻസൺ ആണ്. തർജ്ജമ ചെയ്യുന്ന വ്യക്തിയും പുരസ്കാരം ലഭിച്ച വ്യക്തിയും പുരസ്കാര തുക ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്, വിഭജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മാരിക്കെ ലൂക്കാസ് റിജൻവൈൽഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മാരിക്കെ ലൂക്കാസ് റിജൻവൈൽഡ്. 2019 കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ ജേതാവ് ജോഗ അൽഹർത്തിയാണ്. അറേബ്യൻ സാഹിത്യകാരിയാണ് ജോഗ അൽഹർത്തി. കൂടാതെ അറബ് സാഹിത്യത്തിന് ആദ്യമായി ലഭിക്കുന്നതാണ് മാൻ ബുക്കർ ഇന്റർനാഷണൽ അവാർഡ്. കൃതി സെലസ്റ്റിയൽ ബോഡീസ്. ആ കൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മെരിലിൻ ബൂത്താണ്. അപ്പോൾ 2020 ഇമ്പോർട്ടൻ്റ്. 2019 കൂടി ഒന്ന് നോക്കിപ്പോവുക. 4ാമത്തെ ചോദ്യം: 2020 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സ് അത്ലറ്റിക്സ് ആണ്. കായിക ഇനത്തിന് നൽകുന്ന ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് ധ്യാൻചന്ദ് പുരസ്കാരം. 2020 ലഭിച്ചത് ജിൻസി ഫിലിപ്സിനാണ്. 2002 ധ്യാൻചന്ദ് പുരസ്കാരം നൽകി തുടങ്ങിയത്.
അഞ്ചാമത്തെ ചോദ്യം 2020 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി നേടിയത് ആരാണ്? പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. ആറാമത്തെ ചോദ്യം 2020 അർജുന അവാർഡ് ലഭിച്ച അദാനുദാസ് ഏതു മേഖലയിൽ പ്രശസ്തനാണ്? അമ്പെയ്ത്ത് താരമാണ് അദ്ദേഹം. കൂടാതെ 2020 27 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 1961 അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. ഏഴാമത്തെ ചോദ്യം 2020 വയലാർ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന 41 കവിതകളുടെ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് 2020 വയലാർ അവാർഡ് ലഭിച്ചത്. 44ാമത് വയലാർ പുരസ്കാരമാണ് 2020 വയലാർ അവാർഡ്. 1,00,000 രൂപയും പ്രശസ്തി ശില്പമായി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന മനോഹരവും അർത്ഥപൂർണവുമായ ശില്പവുമാണ് അവാർഡ്. കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അതുകൊണ്ട് ഞാൻ 2019 ആർക്ക് കിട്ടിയതെന്നൊന്നും വിശദീകരിക്കുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം 2019 വയലാർ അവാർഡ് ജേതാവ് VJ ജെയിംസ്. കൃതി നിരീശ്വരൻ. 2019 കൂടി ഒന്ന് പഠിക്കുക. 2019 വയലാർ അവാർഡ് ജേതാവ് VJ ജെയിംസ്. കൃതി നിരീശ്വരൻ. ഒമ്പതാമത്തെ ചോദ്യം ഓടക്കുഴൽ പുരസ്കാരം 2019 നേടിയത് ആരാണ്? N പ്രഭാകരൻ. കൃതി മായാമനുഷ്യർ. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്താമത്തെ ചോദ്യം 50ാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഭഗത് ഫാസിൽ. ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കൂടാതെ കേരള സാഹിത്യ പുരസ്കാരത്തിൻ്റെ മാത്രമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കാണുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്